2024 നടന്ന ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ മാസം തൃശ്ശൂരിൽ ഒരു ആംബുലൻസ് എമർജൻസി ആയിട്ട് മെഡിക്കൽ കോളേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഫ്രണ്ടിൽ പോയ കാറ് ആംബുലൻസിന് വഴിവിടാതെ പോവായിരുന്നു. ആ ആംബുലൻസ് ആണെങ്കിൽ പുറകെ ഇരുന്ന് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക. ബട്ട് എന്നിട്ടും ആ കാറുകാരൻ സൈഡ് വിട്ടേയില്ല. ആ ആംബുലൻസ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ സ്പേസ് ഉള്ളപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് എങ്കിൽ പോലും ആ കാർ അങ്ങ് കയറി വരിക. ഫൈനലി ഒരു 2-3 കിലോമീറ്റേഴ്സ് ഒക്കെ കഴിഞ്ഞ് ആ ആംബുലൻസ് ഡ്രൈവർ ആ കാറിനെ ഓവർടേക്ക് ചെയ്യുവാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് ആ ആംബുലൻസ് ഡ്രൈവർ ഈ വീഡിയോനെ കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് സബ്മിറ്റ് ചെയ്യുന്നു. അന്ന് ആ കാർ ഓടിച്ച വ്യക്തിക്ക് 2.5 ലക്ഷം രൂപ ഫൈൻ അടിച്ചു. അത് മാത്രമല്ല അയാളുടെ ലൈസൻസും ക്യാൻസൽ ചെയ്തു. നിയമപ്രകാരം ഇത് നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ 194E മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം 6 മാസത്തെ ജയിൽ ശിക്ഷയും 10,000 രൂപ ഫൈനുമാണ് ഉള്ളത്. ബട്ട് ഈ കാറുകാരൻ ഇത്രയും ദൂരം മനഃപൂർവ്വം ആംബുലൻസിന് വഴി വിടാത്തത് പോലെ തോന്നിയത് കൊണ്ട് 2.5 ലക്ഷം രൂപയോളം ഫൈൻ അടിച്ചേക്കുവാണ് കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. IPL ഓപ്ഷനിൽ ഋഷഭ് പന്തിനെ ലക്നൌ സൂപ്പർ ജെയിൻസ് 27 കോടി രൂപയ്ക്കാണ് വാങ്ങിച്ചേക്കുന്നത്. IPL ഹിസ്റ്ററിയിൽ തന്നെ ഇതാണ് ബിഗസ്റ്റ് ബൈ.